ഹലോ ഫ്രണ്ട്സ്, ദദ്രിത്ത് മനയിലെത്തിയ ലക്ഷ്മിക്ക് തലവേദന എങ്ങനെയുണ്ട് എന്ന് ഉടനെ മൂസത് അരികിലേക്കെത്തി അന്വേഷിച്ചു. ലച്ചു പറഞ്ഞു, ഇപ്പോ തലവേദനയ്ക്ക് ഒരു മാറ്റവുമില്ല തിരുമേനി. പലപ്പോഴും ആ തലവേദന വരുമ്പോ തല പിളർന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ തലവേദന നമുക്ക് മാറ്റണ്ട ലച്ചു എന്ന് മൂസത് അന്വേഷിച്ചതും, മാറ്റണം, മാറ്റുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കുമെന്ന് ലച്ചു മറുപടി നൽകുന്നു. എന്നാൽ ശരി, നമുക്ക് അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് മൂസത് മറുപടി നൽകുന്നു. എന്തായാലും ഇതിന് പറ്റിയ സമയം ഇപ്പോൾ തന്നെയാണ് എന്ന് ലച്ചുവിനോട് അദ്ദേഹം അറിയിച്ചു. ഗോവിന്ദനെ വിളിച്ചിട്ട് മൂസത് പറഞ്ഞു, ഗോവിന്ദ, ലച്ചുവിനെ ആ ചികിത്സാ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളൂ. പിന്നെ ബാക്കിയുള്ളവർക്ക് അവർക്ക് പറ്റുന്ന റൂമുകൾ ഗോവിന്ദ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കൂ. എനിക്ക് എന്തായാലും ഇന്നൊരു പൂജയുണ്ട്, ഒരു വിശേഷ പൂജ. അതിനുശേഷം മാത്രമാണ് ലച്ചുവിന്റെ ചികിത്സ തുടങ്ങുകയുള്ളൂ എന്ന് മൂസത് അറിയിച്ചു. എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് അവിടെ ഗൗതമും കവിതയും ഗൗരിയും ചേർന്ന് അവരുടെ ഇന്നത്തെ പ്ലാൻ പൊളിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഗൗരിനന്ദ ആകെ വിഷമത്തോടെ കവിതയോട് പറഞ്ഞു, ഇന്ന് അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷെ അങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും കരുതിയിരുന്നതല്ല. ഗോവിന്ദും സഞ്ജുവും ചേർന്ന് ലച്ചുവിനെ രക്ഷിക്കുകയായിരുന്നല്ലോ. ഞങ്ങളോട് ഏറ്റുമുട്ടി കൃത്യമായി തന്നെ അവർ തിരിച്ചടിച്ച് അവളെ കൊണ്ട് കടന്നു കളഞ്ഞു. അതാണ് സംഭവിച്ചത്. ഒരിക്കലും അങ്ങനെ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നതല്ല. രാത്രിയിലായിരുന്നു ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ അടിപതറുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൗരിനന്ദ പറഞ്ഞു, ഒരു കാരണവശാലും ലച്ചു ഇനി മംഗലശ്ശേരിയിലേക്ക് വരാൻ പാടില്ല. മംഗലശ്ശേരിയുടെ ഐശ്വര്യമാണ് ലച്ചു എന്നാണ് ആ ജോത്സ്യൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലച്ചു അവിടെ ഉള്ളിടത്തോളം കാലം മംഗലശ്ശേരിയിലുള്ള ഒരാളെ പോലും നമുക്ക് തകർക്കാനാവില്ല. അവരുടെ തകർച്ചയും നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കണമെങ്കിൽ, മംഗലശ്ശേരി ഗ്രൂപ്പിനെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ ഒരേ ഒരു പോംവഴിയുള്ളൂ. ലച്ചു ഇനി ഒരു കാരണവശാലും മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരല്ലേ. അത് മാത്രമല്ല, മൂസത്തിന്റെ മനയിൽ വെച്ച് ചികിത്സ നടക്കുകയാണെങ്കിൽ ലച്ചുവിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും തിരികെ കിട്ടും. മൂസര് ചികിത്സ നടത്തിയാൽ അത് തീർച്ചയാണ് ലച്ചുവിന്റെ ആ പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിയും. അങ്ങനെ ആ പഴയ ഓർമ്മകളിലേക്ക് ലച്ചു മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ സഞ്ജുവിന്റെയും സ്വാതിയുടെയും കൂടെ ലച്ചു വീണ്ടും മംഗലശ്ശേരിയിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ പിന്നെ ദീർഘകാലം ലച്ചുവും സ്വാതിയും സഞ്ജുവും ചേർന്ന് വളരെ സന്തോഷത്തോടെ അവിടെ കഴിയും. അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ആ കുടുംബത്തിനുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ കുടുംബം എത്തിച്ചേരരുത്. അതിനെ എങ്ങനെയും തടയണം. ലച്ചുവിനെ മൂസത്തിന്റെ മനയിൽ വെച്ച് തന്നെ തീർക്കാൻ എന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ അത് ചെയ്യാനും മടികാട്ടരുത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കവിത പറഞ്ഞു, എന്തായാലും ഭയങ്കര ബുദ്ധിശാലികളായ നിങ്ങൾ കൊട്ടിഘോഷിച്ച് വലിയ വലിയ നീക്കങ്ങളൊക്കെ നടത്തിയതല്ലേ, എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി ഞാൻ എന്റെ വഴിക്ക് നോക്കാം, അവളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഉടനെ ഗൗതവും ഗൗരിയും ചോദിച്ചു, എന്താ കവിത, നീ പുതിയ പദ്ധതി എന്താണെന്ന് ഞങ്ങളോട് കൂടി പറ എന്ന് പറഞ്ഞതും, ഇത്തവണ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുവെന്ന് അങ്ങനെ ആരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്തതിന് ശേഷം അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. എന്തായാലും നിങ്ങളെപ്പോലെ ഒരിക്കലും എന്റെ ഈ പദ്ധതി ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലച്ചുവിനെ ചികിത്സാ മുറിയിലെത്തി വീണ്ടും മൂസത് ചികിത്സ തുടർന്നു കഴിഞ്ഞു. അവിടുത്തെ ചികിത്സയിൽ ആദ്യത്തെ ചില നീക്കങ്ങൾ കണ്ടതും ലച്ചുവിന്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ കടന്നു വരുന്നു. ലച്ചുവിന്റെ കുട്ടിക്കാലവും തച്ചിലെടുത്ത തറവാട്ടിൽ താൻ ജീവിച്ച സാഹചര്യങ്ങളും അവിടുത്തെ നരേന്ദ്രൻ തമ്പിയുടെയും തന്റെ വല്യമ്മയുടെയും ഒക്കെ ക്രൂരതകളെ കുറിച്ചുമൊക്കെ ലച്ചു വേദനയോടെ ഓർമ്മിക്കുന്നു. അതെല്ലാം ലച്ചുവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് മയക്കത്തിലാകുന്ന ലച്ചുവിന്റെ മുഖഭാവത്തിൽ നിന്ന് മൂസത് തിരിച്ചറിഞ്ഞു. അവസാനം മൂസത് എല്ലാവരോടുമായി പറഞ്ഞു, എന്തായാലും ചികിത്സാ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ലച്ചുവിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ പലതും വീണ്ടെടുക്കാൻ ലച്ചുവിന് സാധിക്കും. ആ പഴയകാല ഓർമ്മകളിലേക്ക് ലച്ചു മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ലച്ചുവിന്റെ മനസ്സിലേക്ക് എല്ലാം കടന്നു വരും, അത് തീർച്ചയാണ്. അപ്പോഴേക്കും സഞ്ജുവിനും സ്വാതിക്കും ആ വാക്കുകൾ വളരെയേറെ ആശ്വാസം പകർന്നു. ഉടനെ തന്നെ ഗോവിന്ദ് മൂസത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ നോക്കുമ്പോൾ മൂസത് ഗോവിന്ദനോട് അറിയിച്ചു, ഇനി ആ പഴയകാല ഓർമ്മകളിൽ ലച്ചുവിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള, ലച്ചുവിന്റെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആരെങ്കിലും ഒരാളെ അവിചാരിതമായി കണ്ടാൽ ചിലപ്പോൾ ലച്ചുവിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് മൂസത് അറിയിച്ചു. അത് കേട്ടതോടെ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി മനസ്സിലേക്ക് വന്നു. അപ്പോ ലച്ചുവിന്റെ എല്ലാ ഓർമ്മകളും ഉടനെ കിട്ടുമോ എന്നുള്ള തിരുമേനിയോടുള്ള സ്വാതിയുടെ ചോദ്യം കേട്ട് മൂസത് പറഞ്ഞു, എല്ലാം ഉടനെ തന്നെ കിട്ടുമെന്ന് പറയാനാവില്ല. പക്ഷെ ലച്ചുവിനെ നഷ്ടപ്പെട്ട ഓർമ്മകൾ പാതിയായി ഘട്ടം ഘട്ടമായി ലച്ചുവിന്റെ മനസ്സിലേക്ക് കടന്നു വരും. അതിനുള്ള സാധ്യത ഏറെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. ലച്ചുവിനെ ഇനി ആ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് എല്ലാവരും തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ ലച്ചു, എന്റെ അമ്മു ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് എന്നാലാകുന്നത് എന്തും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞതും സഞ്ജു ചോദിച്ചു, സ്വാതി എന്താ ഈ പറയുന്നത്? അപ്പോഴേക്കും സ്വാതി സഞ്ജുവിനോട് പറഞ്ഞു,
സഞ്ജു, ഞാനിപ്പോ വരാം. സഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം. അപ്പോഴേക്കും സ്വാതിയോട് സഞ്ജു ചോദിച്ചു, എങ്ങോട്ടാ എങ്ങോട്ടാ സ്വാതി പോകുന്നത്? ഉടനെ സ്വാതി അക്കാര്യം വെളിപ്പെടുത്താൻ കൂട്ടാക്കാതെ, സഞ്ജു ഞാൻ ഉടനെ തന്നെ വരാം, എനിക്ക് വേണ്ടി എല്ലാവരും ഇവിടെ കാത്തിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ലച്ചുവിനും സഞ്ജുവും അവിടെ തനിച്ചു നിന്നോളാൻ അറിയിച്ച് സ്വാതി അവിടെ നിന്ന് മടങ്ങുന്നു. സ്വാതി എവിടേക്കാ പോകുന്നതെന്നറിയാതെ സഞ്ജു ആകെ ആകാംക്ഷയിലായി. അപ്പോഴാണ് എങ്ങോട്ടായിരിക്കാം സഞ്ജു ഈ സമയത്ത് സ്വാതി പോയിട്ടുണ്ടാവുക എന്ന് ഗോവിന്ദും അന്വേഷിച്ചു. അല്പസമയത്തിനുള്ളിൽ സ്വാതി മറ്റൊരാളുമായി അവിടേക്ക് എത്തി. എവിടെ പോയതാണെന്ന് അറിയാതെ ആകെ സംശയിച്ചു നിൽക്കുമ്പോഴാണ് സ്വാതിയുടെ കൂടെ കിച്ചനും പുറത്തേക്ക് ഇറങ്ങിയത്. കിച്ചനെ കണ്ടതോടെ സഞ്ജുവിന് ആകെ ടെൻഷൻ ആവുന്നു. അപ്പോ സ്വാതി പോയത് കിച്ചനെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നല്ലോ എന്ന് ഗോവിന്ദും സഞ്ജുവും സംശയത്തോടെ ആശങ്കയോടെയും പരസ്പരം പറയുന്നു. ഇനിയിപ്പോ കിച്ചൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നോർത്ത് അവർ ടെൻഷനോടെ നിൽക്കുമ്പോൾ അവിടേക്ക് പ്രഭയും കാഞ്ചനയും എത്തുന്നു. ഉടനെ സ്വാതി പറഞ്ഞു, ഇവിടെ ലച്ചു ചികിത്സയിലാണ്, കിച്ചൻ വാ. കിച്ചനെ ലച്ചുവിന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുമോ എന്നാണ് അറിയേണ്ടത്. പഴയകാല ഓർമ്മകൾ ലച്ചുവിനെ സ്വാധീനിക്കുന്ന ആരെങ്കിലും ഒരാളെ ലച്ചുവിന് മുന്നിലേക്ക് എത്തിച്ചാൽ ലച്ചുവിന് പഴയ നഷ്ടപ്പെട്ട ഓർമ്മകൾ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് മൂസത പറഞ്ഞിരിക്കുന്നത്. ലച്ചുവിനെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, കിച്ചൻ തൽക്കാലം ആ ധ്യാനമുറിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് സഞ്ജുവിന്റെയും മറ്റുള്ളവരുടെയും മുന്നിലേക്ക് കിച്ചനെ കൊണ്ടുവരുന്നതിന് മുമ്പ് കിച്ചനെ അവിടേക്ക് പറഞ്ഞയച്ചു. അപ്പോഴേക്കും സഞ്ജുവും ഗോവിന്ദും എല്ലാവരും കൂടി സ്വാതിക്കരികിലേക്ക് എത്തി. അല്ല, കിച്ചനെ കൂട്ടാനാണോ സ്വാതി നീ തിടുക്കപ്പെട്ടു പോയത് എന്ന് ചോദിച്ചു. ഉടനെ സ്വാതി പറഞ്ഞു, അതെ, അവളുടെ കരുത്തിൽ താലി കെട്ടിയ ആളെ കാണുമ്പോ അവൾക്ക് എന്തായാലും പഴയകാല ഓർമ്മകൾ മടങ്ങി വരില്ല എന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും മൂസത് പറഞ്ഞതുപോലെ അവളെ സ്വാധീനിച്ച ഏക വ്യക്തി കിച്ചൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ കിച്ചനെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് സഞ്ജുവിനോട് സ്വാതി അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് സഞ്ജു. ഉടനെ തന്നെ ഇത് കേട്ട് നിന്ന് കാഞ്ചന പറഞ്ഞു, കൊള്ളാം മോളെ, നിന്റെ ഈ തീരുമാനം എന്തുകൊണ്ടും നന്നായി. കൃത്യസമയത്ത് നീ കൃത്യമായി തന്നെ ഒരു നീക്കമാണ് നടത്തിയത്. ഇത്തവണ എന്തായാലും ലച്ചുവിന് ഓർമ്മ വീണ്ടെടുക്കാൻ കഴിയും. അപ്പോഴേക്കും സ്വാതിയാകെ നിരാശയിലായി. മോള് വേഗം ചെന്ന് ലച്ചുവിനെ വിളിച്ചോണ്ട് വായെന്ന് പറഞ്ഞ് സ്വാതി പറഞ്ഞയക്കുകയാണ് കാഞ്ചന. ഈ സമയത്ത് പ്രഭ സഞ്ജുവിന്റെ ടെൻഷൻ കണ്ട് കാഞ്ചനയുടെ ആ ഒരു ആശ്വാസവും എല്ലാം കണ്ട് ഇനി എന്താ സംഭവിക്കുക എന്ന ആശങ്കയോടെ പ്രഭ സഞ്ജുവിനെ നോക്കുന്നു. അപ്പോഴേക്കും ലച്ചുവിനെ കാണുവാനായി വന്നു നിൽക്കുന്ന കിച്ചന്റെ അരികിലേക്ക് സഞ്ജുവും ഒപ്പം അവിടേക്ക് ഗോവിന്ദും കൂടി എത്തി. ഇരുവരും വന്ന് കിച്ചനെ വിളിച്ച് ചോദിച്ചു, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടും എനിക്കറിയില്ല, ഇവിടെ സ്വാതി എന്നെ പിടിച്ചു വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ശരിക്കും എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞതും കൃത്യമായി ലച്ചുവിനെയും കൂട്ടിക്കൊണ്ട് അപ്പോഴേക്കും സ്വാതി അവിടേക്ക് എത്തി. സ്വാതി വന്ന് ലച്ചുവുമായി അവിടെ മുന്നിൽ വന്നു നിന്നതും ഉടനെ കിച്ചൻ ലച്ചുവിനെ കാണുന്നതും വലിയ സന്തോഷത്തിലായി. ലച്ചു നിന്നെ അന്വേഷിച്ച് മംഗലശ്ശേരിയിൽ ചെന്നപ്പോഴാണ് നീ അവിടെ ഇല്ലെന്നും നിന്റെ തലവേദനയുടെ ചികിത്സയ്ക്കായി നീ ഇവിടേക്ക് പോന്നിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഓ, നിങ്ങൾ എന്തിനാ മനുഷ്യ എന്റെ പിന്നാലെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ഒരു ശല്യമായി മാറിയിരിക്കുകയാണല്ലോ. നിങ്ങൾക്കും എനിക്ക് തമ്മിൽ എന്ത് ബന്ധമുള്ളത് എന്നെല്ലാം ചോദിച്ച് ലച്ചു ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, ലച്ചു, കാര്യം എന്തൊക്കെയാണെങ്കിലും ശരി, നീ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവിനോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് ലച്ചു, ഇങ്ങനെയൊന്നും അയാളോട് പറയരുത് എന്ന് ലച്ചുവിനോട് സ്വാതി താക്കീത് ചെയ്യുന്നത് പോലെ പറയുന്നു. അത് കേട്ടതും ലച്ചു പറഞ്ഞു, ഓ, ശരിക്കും ഇങ്ങനെ ഒരു ഭർത്താവില്ല. ഇയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭർത്താവ് ഈ മുന്നിൽ നിൽക്കുന്ന സഞ്ജുവേട്ടനാണ്. എന്നിട്ട് നിങ്ങൾ ആരും എന്തത് വിശ്വസിക്കാത്തത്? ഇയാള് പലപ്പോഴും എന്നെ ശരിക്കും ബുദ്ധിമുട്ടിക്കുക തന്നെയാണ് എന്ന് ലച്ചു ദേഷ്യത്തോടെ അറിയിച്ചു. അപ്പോഴും സ്വാതിക്ക് അത് സംശയം മാറാത്തത് കൊണ്ട് സ്വാതി പറഞ്ഞു, ലച്ചു, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇത് നിന്റെ ഭർത്താവല്ലേ? അപ്പോഴേക്കും കിച്ചൻ പറഞ്ഞു, അതെ, ഞാനല്ലേ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത്. ഞാൻ കെട്ടിയ താലിയല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് എന്ന് ചോദിച്ച് കിച്ചൻ പറയുന്നത് കേട്ട് ഉടനെ ലച്ചു പറഞ്ഞു, നിങ്ങളാണോ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയെ സത്യം ചെയ്ത് പറയാൻ കഴിയുമോ നിങ്ങളാണ് എന്റെ കഴുത്തിൽ ഈ താലി അണിയിച്ചതെന്ന്? ഇനി നിങ്ങൾ അങ്ങനെ സത്യം ചെയ്താലും ശരി, നിങ്ങളെയും കൂടി ഞാൻ പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലും. പെരുവണ്ണാപുരത്ത് അമ്മയ്ക്ക് മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളാണ് ഈ താലിയുടെ ഉടമയെന്ന് എന്ന് ലച്ചു ചോദിച്ചതും കിച്ചന് മറുപടി ഒന്നും പറയാനില്ലാതായി. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന് കിച്ചനോട് ലച്ചു താക്കീത് ചെയ്യുന്ന പോലെ പറയുന്നത് കേട്ട് സ്വാതി ആകെ സംശയത്തിലായി. കിച്ചന് മറുപടി ഒന്നും പറയാനില്ലാതെ ആകെ വിഷമത്തോടെ കിച്ചൻ അവിടെ നിന്ന് നടന്നു പോന്നു. അപ്പോഴേക്കും ലച്ചു പറഞ്ഞു, ഓ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് എന്റെ സഞ്ജുവേട്ടൻ പോലും എന്നെ ഇങ്ങനെ സംശയിക്കുന്നത്? എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ആര് കെട്ടിയതാണ് എന്നതിൽ എന്തുകൊണ്ടാണ് സഞ്ജുവേട്ടന് ഇപ്പോഴും സംശയം? സഞ്ജുവേട്ടാ, സത്യം പറഞ്ഞാൽ സഞ്ജുവേട്ടൻ ഇപ്പോഴും എന്നെ മനസ്സിലാക്കാതെയാണോ ഇങ്ങനെയെല്ലാം പറയുന്നത്? ഇത്രയും നാളും എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളോടൊപ്പം ഞാൻ ജീവിക്കുമ്പോഴും എന്നെ സംശയത്തോടെയാണല്ലോ എല്ലാരും കാണുന്നത്. ഇപ്പോ ഇത് എന്റെ കൂടി ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഇയാൾ എന്റെ ഭർത്താവല്ല എന്ന് തെളിയിക്കുക എന്നത്
ഇപ്പോ എനിക്ക് കൂടി എന്റെ കൂടി ജീവിതത്തിന്റെ പ്രശ്നമായിരിക്കുകയാണ്. എന്തിനാണ് എന്റെ ജീവിതം തകർക്കാനായി എല്ലാരും ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെല്ലാം ചോദിച്ച് ലിച്ചു കരയുമ്പോൾ കിച്ചൻ ആ മനം വിട്ടു പോകാനുള്ള ശ്രമം നടത്തുന്നു. കിച്ചൻ വേഗം പോകുന്നത് കണ്ട് പിന്നിൽ നിന്ന് സ്വാതി വിളിച്ചു, കിച്ചൻ ഒന്ന് അവിടെ നിന്നേ. അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാതെ ടെൻഷനോടെ പിന്തിരിഞ്ഞു നോക്കിയ കിച്ചന്റെ അരികിലേക്ക് സ്വാതി ചെന്നു. സത്യം പറയടാ, നീ ആരാ? നീയല്ലേ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? നീ തന്നെയല്ലേ ലച്ചുവിന്റെ ഭർത്താവ് എന്ന് സഞ്ജയോട് വീണ്ടും ദേഷ്യത്തോടെ സ്വാതി അന്വേഷിച്ചു. സഞ്ജയ് മറുപടി ഒന്നും പറയാറായപ്പോ, നീ ആരാ? ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരടി എന്ന് ചോദിച്ച് സ്വാതിയുടെ നേരെ കിച്ചൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും കിച്ചനോട് സ്വാതി കിച്ചന്റെ കർണത്ത് അടി കൊടുത്തിട്ട് പറഞ്ഞു, എടാ, താലി കെട്ടിയ പെണ്ണിനെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഒരിക്കലും സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ നീ? എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ നീ കൈവിടാൻ പോകുന്ന രീതിയിലാണല്ലോ നിന്റെ പെരുമാറ്റം എന്ന് ചോദിച്ചതും സഞ്ജു പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കിച്ചൻ അപ്പോഴേക്കും ചോദിച്ചത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ അവൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിൽ, ഈ ഓർമ്മ പോലും നശിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ അവളെ പോലൊരു ബാധ്യതയെ ഞാൻ എന്നെ തലയിലേറ്റണം എന്ന് കിച്ചന്റെ ചോദ്യം. അപ്പോഴേക്കും സ്വാതി പറഞ്ഞു, നീ എത്ര വൃത്തികെട്ട ഒരു സ്വഭാവക്കാരനാണ്, ഇത്രയും നീചമായ ചിന്താഗതിയാണോടാ നിനക്ക് ഉള്ളത് എന്ന് ചോദിച്ച സ്വാതി കിച്ചന്റെ കാരണത്തടിച്ചു. ഇന്നേ വരെ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും നിന്നിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതിയല്ല. സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊക്കെ നിനക്ക് പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു? സത്യം പറയടാ, ഇനി നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ ഗോവിന്ദനോട് പറയാൻ പോവുകയാണ്. നിന്നെയും കൂട്ടി പെരുവണ്ണാപുരത്തേക്ക് പോകാൻ. ഒരു പുഴയ്ക്ക് അപ്പുറമാണ് പെരുവണ്ണാപുരം ഗ്രാമം. അവിടെ നിന്ന് എന്തായാലും നീ വിവാഹം കഴിച്ച് നീ താലി കെട്ടിയ ലച്ചുവിന്റെ നാട്ടുകാർക്ക് നിന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുമോ? അതുകൊണ്ട് അവിടെയുള്ള ആരെയെങ്കിലും ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ ഗോവിന്ദനോട് പറയും. അവരിൽ ആരെങ്കിലും നിന്നെ തിരിച്ചറിയുമല്ലോ, അത് എനിക്കറിയാം എന്ന് സ്വാതി പറയുമ്പോ കിച്ചൻ പറഞ്ഞു, വേണ്ട, അതിനൊന്നും മുതിരണ്ട. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനല്ല എന്ന് കിച്ചൻ സ്വാതിയോട് ആ സത്യം വെളിപ്പെടുത്തുന്നു. ഉടനെ സ്വാതി ചോദിച്ചു, പിന്നെ ആരാ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? നിനക്കറിയുമോ? നിന്നെ ആരാ പിന്നെ ഈ വേഷം കെട്ടി ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് സ്വാതി കിച്ചനോട് ചോദിക്കുമ്പോ മറുപടി പറയാനാകാതെ കിച്ചൻ നിൽക്കുന്നു.